ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പ്രസവം കഴിയുന്നതുവരെ വർഷയ്ക്കൊരു തുണയായിട്ട് അമ്മയെ ഇവിടെ നിർത്തിയിട്ട് പോകാനാ ഞങ്ങളുടെ തീരുമാനം. അച്ഛമ്മയുടെ മക്കളെങ്കി അമ്മയാവൻ പോകുന്ന സമയത്ത് ഞെട്ടലുണ്ടാക്കാത്ത സർപ്രൈസുകൾ കൊടുക്കുന്നത് ആരോഗ്യത്തിന് അത്യുത്തമമാണെന്നാ അച്ഛമ്മ പറയുന്നത്. മോളെ ഇതേ കുറച്ച് ഫ്രൂട്ട്സാ. എന്തിനാ അമ്മ ഇവ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിയത്? ഇവിടെ ഏട്ടൻ ഒരു ഫ്രൂട്ട് സ്റ്റോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട്. എന്നാലും ഇങ്ങോട്ട് വരുമ്പോ വെറും കൈയോടെ വരുന്നത് ശരിയല്ലല്ലോ. നിനക്ക് സുഖമാണ് മോളെ? ദൈവാനുഗ്രഹം കൊണ്ട് പരിപൂർണ സുഖം. കൂട്ടിന് വത്സല ചേച്ചി കൂടെ വന്നതോടെ സമയം പോകുന്നില്ല എന്നുള്ള പരാതിക്ക് പരിഹാരമായി. ഇതാരൊക്കെയാ? മോനും ഇരിക്കും. വർഷയുടെ അച്ഛനും അമ്മയും അച്ഛമ്മയൊക്കെ ഉണ്ടല്ലോ. ആ മന്ദര ചേച്ചി വന്നിട്ടുണ്ടല്ലോ. സന്തോഷം. പിന്നെന്തിനാടാ മോനെ ആദ്യം നീ ഞങ്ങളെ കണ്ടപ്പോ മോഹം ചുളിച്ചേ? ഞാൻ വിചാരിച്ചു ഞങ്ങളൊക്കെ വന്നത് നിനക്ക് ഇഷ്ടായില്ലെന്ന്. അതെന്ത് പറച്ചില്ല അച്ഛമ്മേ? അത് നിങ്ങളെ ആദ്യം ഏട്ടന് മനസ്സിലാവാഞ്ഞിട്ടാ. സത്യം രാവിലെ മുതൽ കമ്പ്യൂട്ടറിന് മുന്നിൽ ഒരേ ഇരിപ്പിരുന്നിട്ട് വന്നതല്ലേ, അതുകൊണ്ടായിരിക്കും കാഴ്ചക്ക് ഒരു മങ്ങല്. ഓ ഇപ്പൊ മാറിയോ? മാറി. കണ്ണിന്റെ കാഴ്ചക്ക് വളരെ ദോഷവാ ഈ കമ്പ്യൂട്ടർ എന്ന കുന്ത്രാണ്ടം. പറഞ്ഞിട്ടെന്താ കാര്യം? ഇപ്പൊ ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളുടെ മുന്നിൽ വരെ കമ്പ്യൂട്ടറും മൊബൈലുമാ. അതിന്ന് കണ്ണെടുക്കാനേ അതുങ്ങൾക്ക് നേരമില്ല. നോക്കി നിൽക്കാതെ പോയി പെട്ടെന്ന് ഊണെടുക്ക്. ശരി സാർ. പിന്നെ അമ്മയും വന്ദന ചേച്ചിയൊക്കെ പാചക ശിരോമണികളാ. യാതൊരു കുറ്റവും കുറവും പറയാത്ത തരത്തിൽ വേണം ഊണ് തയ്യാറാക്കാൻ. ശരി സാർ. മോനെ, ഈ ഊണിന്റെ കാര്യത്തിൽ ഒന്നും ടെൻഷൻ അടിക്കണ്ട. ചോറും കുറച്ച് മോരുകറി ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഊണ് കുശാലായി. എന്നാലും വിക്രമന്റെ ആദിത്യ മര്യാദ നമ്മൾ മാനിക്കണമല്ലോ മാധവ. അത് വേണം. എന്താ മുത്തശ്ശിക്ക് ഈ വീട്? ഇത് വീടല്ലല്ലോ, കൊട്ടാരമല്ലേ?
കുറച്ചുനാള് താമസിക്കാൻ കഴിയുന്നതിൽ പരം മഹാഭാഗ്യം വേറെ എന്താ ഉള്ളത്? അതിനാണല്ലോ അമ്മയെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ആ മോനെ, പ്രസവം കഴിയുന്നതുവരെ വർഷയ്ക്കൊരു തുണയായിട്ട് അമ്മയെ ഇവിടെ നിർത്തിയിട്ട് പോകാനാ ഞങ്ങളുടെ തീരുമാനം. അച്ഛൻ പറഞ്ഞത് കേട്ടപ്പോ ഭയങ്കര സന്തോഷം. ആ പക്ഷേ ഇവിടെ ഇപ്പോ സഹിക്കാനാവാത്ത തണുപ്പ. ഈ പ്രായത്തില് ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ മുത്തശ്ശിക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതൊന്നുമില്ല. ഏത് കാലാവസ്ഥയോടും ഇണങ്ങി പോകുന്നതാണ് എന്റെ ഒരു ശരീരപ്രകൃതം. അച്ചമ്മയ്ക്ക് ഒരു മൂക്കിപ്പനി പോലും വരുമെന്ന് ശങ്കിക്കേ വേണ്ട. അത് ശരിയായിരിക്കാം. പക്ഷെ വർഷയ്ക്ക് ഇവിടെ കൂട്ടിനായി ആ ജോലിക്കാരി വത്സലുണ്ടല്ലോ. അച്ഛമ്മയെ പോലെ പുരാണങ്ങളും പഴഞ്ചൊല്ലുകളും ഒക്കെ നന്നായിട്ട് അറിയാവുന്ന ആളാ. തൽക്കാലം അവരുടെ സഹായം മാത്രം മതി. അതുപോരാ, വർഷക്കിതേ കടിഞ്ഞൂൽ പ്രസവമാ. ഇംഗ്ലീഷ് ചികിത്സയ്ക്ക് പുറമെ ചില നാടൻ ആയുർവേദ ചികിത്സകളും നിർബന്ധമായിട്ടുണ്ടാവണം. അതിനെന്റെ സേവനം കൂടിയേ തീരൂ. അല്ല, ഇവിടെ എല്ലാരും ഒരുമിച്ച് സംസാരിക്കുമ്പോ നിങ്ങൾ രണ്ടാളും എങ്ങോട്ടേ പോകുന്നേ? ഞങ്ങള് സഹോദരിമാര് വളരെ കാലം കൂടി കണ്ടതല്ലേ, കുറച്ച് പേഴ്സണൽ ആയിട്ട് സംസാരിക്കാനുണ്ട്. വാ.